ഇതെന്താണെന്ന് കണ്ടോ? മുള്ളങ്കി. അപ്പോൾ ഇന്ന് മുള്ളങ്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. മെഴുക്ക് പുരട്ടിയാണെങ്കിൽ ലേശം തേങ്ങയൊക്കെ ചേർക്കും, തോരനുമല്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പെട്ടെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഈ മുള്ളങ്കി ഇങ്ങനെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ ഭാഗത്ത് കൂടി ചെയ്യണം കേട്ടോ. ഇപ്പം ഞാനിത് ഒന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കാണിക്കാം. ഇതെങ്ങനെ ഇതിപ്പോൾ വലുതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്, നോക്കിക്കോളൂ. ഇപ്പം നോക്കിക്കോളൂ, ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടി ഞാൻ ഈ കഷ്ണം തൊലി കളഞ്ഞിട്ട് ഇതിനെ ഞാൻ ചതച്ചിട്ട് പോരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മുള്ളങ്കി ഒരു വലിയ മുള്ളങ്കി ആയതുകൊണ്ട് 2 ആൾക്കുള്ളതാണിത്. ഇപ്പം ഞാൻ ഈ ചതച്ചത് കാണുന്നുണ്ടല്ലോ, അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ കുഴയ്ക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാം, മുള്ളങ്കിന്ന് ഒരുപാട് വെള്ളം വരുന്നു, ഒരുപാട് വെള്ളം വരരുത്. ഇതിങ്ങനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം തേങ്ങ, ഇത്രയാണ് നോക്കൂ ചേർക്കണം. ഞാൻ 1 ടീസ്പൂൺ എന്ന് പറയാം. ഇതും കൂടി ഞാനൊന്നിങ്ങനെ ആഡ് ചെയ്യണം. ഇത് തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. അപ്പം ഞാനിനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ലതാണ്. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കണേ, അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കടുക് ഇടാൻ പോകുന്നു. കടുകിട്ടു. കൂടെ തന്നെ കുറച്ച് ജീരകവും ഉഴുന്നുപരിപ്പും കേട്ടോ, അതുകൂടി ഇടുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. ഇപ്പം ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ച് മുള്ളങ്കി കണ്ടല്ലോ, ഇതെല്ലാം ഇടുകയാണ്. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. അതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നല്ലോണം കൈയിട്ട് കശക്കരുത്. ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ നല്ലോണം വെള്ളം വരുന്നു. ഈ സമയത്ത് ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ആ സമയത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. എന്താ കാരണം വെച്ചാൽ ഇത് ഇനി അത്ര വേഗം വെള്ളം വരുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി നോക്കിയിട്ട് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യുകയാണ് ഞാൻ ഈ സമയത്ത്. ലേശം എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. എന്താ കാരണം വെച്ചാൽ ഇതിൽ വലുതായിട്ട് പച്ചമുളക് എരിവില്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ലേശം അറ്റ്ലീസ്റ്റ് കളറിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഇതിനെ നല്ല ഹൈ ഹീറ്റിൽ വെച്ചിട്ട് നല്ലോണം ഞാനിപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പോകണമെന്നറിയോ, ഹൈ ഹീറ്റിൽ വെച്ചിട്ടൊന്ന് ആദ്യം അടച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വേഗം വേവും, 1 മിനിറ്റ് മതി ഇത് വേവാൻ. ആ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കടുക് വറക്കുമ്പോൾ തന്നെ ഇടാം, പക്ഷെ ഈ സമയത്ത് ഇടുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ഇനി ഇത് ഞാൻ ഒന്നുകൂടി, ഇനി അടച്ച് വെക്കരുത്, ഇത് വെന്ത് കഴിഞ്ഞു. ഇത് നിങ്ങളിപ്പോൾ ആരും കാണാതെ ആണ് ഈ സാധനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വെച്ചാൽ
ഇത് മുള്ളങ്കിയാണെന്ന് ആരും പറയില്ല, റാഡിഷാണെന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ ലേശം പോലും വെള്ളം പാടില്ല. ഇനി ഞാനിതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ പാനിലേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. ഇത് ഓഫ് ചെയ്തു. ഇപ്പം എൻ്റെ ടേസ്റ്റി മുള്ളങ്കി മെഴുക്ക് പുരട്ടി. ഇതിൽ തേങ്ങ ഒരു സ്പൂൺ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. തേങ്ങ ഒരുപാട് ആഡ് ചെയ്താൽ എന്താ അറിയോ, ഇതിലേക്ക് ചെറിയൊരു മധുരം വരും. അപ്പോൾ വെറുതെ ഒരു ടീസ്പൂൺ. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് മല്ലിയില തൂവാണ്. ഇത് ഇളക്കിയെടുത്തിട്ട് കഴിക്കുക. വളരെ ടേസ്റ്റ്ഫുള്ളാണ് കേട്ടോ. നിങ്ങളിത് മുള്ളങ്കിയാണെന്ന് ആരും പറയില്ല. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ആസ് യൂഷ്വൽ പറയണ മാതിരി എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So see you in the next video with a wonderful recipe. It's bye from Sudha Menon.